ലൂക്കോസ് 10:19 പറയുന്നു. Luke chapter 10 and verse 19 says, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. I give you authority to trample upon the scorpion and snake and upon every power of the enemy. ദോഷം വരുത്തുകയില്ല. No power of the enemy shall harm you. ആരോ പറയുന്നു അങ്ങനെ നങ്കേറി പ്രാർത്ഥിക്കരുത്. People will say don't pray that kind of prayer. അങ്ങനെ നങ്കേറി കൈവെക്കരുത്. Don't go and lay hands that easily. എപ്പോഴാ തിരിച്ചടിക്കുന്നതെന്ന് അറിയില്ല. You don't know when there'll be a backlash. പക്ഷേ യേശു അത് കണ്ടോണ്ട് മലയാളികൾ ഇങ്ങനെ പറയുമെന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ചവിട്ടാനാ ഞാൻ നിനക്ക് അധികാരം തരുന്നേ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. Amen. Jesus says here, I have given you authority to trample upon the serpent and snake. എന്താ ചവിട്ടാൻ കാരണമെന്നറിയാമോ? Why do you have to trample? യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ When Jesus sent the അവർ disciples, ചെല്ലുന്നിടത്ത് വിടുതലുകൾ നടക്കാൻ തുടങ്ങി. there were beginning deliverances happening. യേശു കണ്ടു പിശാച് മിന്നൽ പോലെ താഴെ വീഴുന്നത്. Jesus saw Satan fall like lightning from heaven. ഒരു സന്തോഷ വാർത്ത. Let me give you a good news. പിശാച് നിന്റെ തലയ്ക്ക് മുകളിലല്ല, പിശാച് നിന്റെ കാലിന്റെ ചുവട്ടിലാണ്. Amen. Satan is not above your head, he's under your feet. ഇന്ന് അതിനെ ചവിട്ടാൻ റെഡിയാണെങ്കിൽ നിന്റെ മേലൊരു അത്ഭുതത്തെ കർത്താവ് If you can take this authority and to move in it, you will have a new anointing upon your life. ഇതും കണ്ടുകൊണ്ട് പേടിച്ച് വരാനുള്ളവനല്ല നീ. You should not be afraid of every moving leaf. എൻ്റെ ബ്രദറെ വീട്ടിൽ അതാണ്, വീട്ടിൽ ഇങ്ങനെയാണ് എന്നും അങ്ങനെ അതുവഴി പോകുന്നുണ്ട്, ഇതൊന്നും പറയാനല്ല നിന്നെ വിളിച്ചത്. You should not believe in any superstitious stories around your house. നിന്നെ വിളിച്ചത് എന്തിനാണ്? You know why? What you're called for? To trample upon the serpent and the snake. എന്തിനാ വിളിച്ചേ? Why did he call you? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലം ബലമാണോ? അല്ല, സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് അധികാരം തന്നിരിക്കുന്നു. Amen. He has given you authority to trample every power of the enemy. എന്ന് വെച്ചാൽ which means അവർ കൂടോത്രം ചെയ്തു, if they do a witchcraft, ഇവർ മന്ത്രവാദം ചെയ്തു, and they did some magician, അയ്യോ എന്റെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ചെയ്തു, they did this against my family. അതിനെയൊക്കെ നീ ചവിട്ടി മെതിക്കുന്ന ഒരാളായിട്ട് you can trample upon every witchcraft, every magician power in Jesus name. Amen. Amen. അങ്ങനെ അധികാരമുള്ള ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കും. Come on, there is a generation of people who carry that authority from അത് വിശ്വസിക്കുന്നവർ കാര്യം അടിച്ച് ആമേൻ പറഞ്ഞാൽ. Come on, clap your hands and say if you believe.